യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ആമുഖമായിട്ട് ഒരു ദൈവവചനം കേട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കാം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാതരം മത്സ്യങ്ങളും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറയുമ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിലേക്ക് ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. യേശുവില് ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് കേട്ട തിരുവചനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ വചനം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ മനോഹരമായി പറയുന്ന ഒരു വചനമാണ്. മറ്റു സുവിശേഷകരിൽ നിന്നും സ്വർഗം എന്ന രാജ്യത്തെക്കുറിച്ച് മനോഹരമായി പറയുന്ന വചനം 3 in 1 എന്ന് പറയും. ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഒരു അവസ്ഥയെക്കുറിച്ച് പറയും. സ്വർഗത്തെക്കുറിച്ച് 3 അവസ്ഥകളെ വ്യാഖ്യാനിക്കുകയാണ് മത്തായി സുവിശേഷകൻ. നമുക്ക് ചിന്തിക്കാം, നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുന്നവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഈ വചനം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗം എന്ന സത്യം സ്വന്തമാക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അകലെ കാണാമറയത്തുള്ളതാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. കുട്ടിക്കാലത്തൊക്കെയും ചിലർ ചോദിക്കും, സ്വർഗം എവിടെയാന്ന് ചോദിച്ച് കുഞ്ഞുങ്ങൾ ആകാശത്തേക്ക് കൈ ചൂണ്ടി പറയും, അതാണ് സ്വർഗം. അപ്പോൾ എവിടെയോ കാണാമറയത്തുള്ള ഒരു അവസ്ഥയാണ് സ്വർഗമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നു. അതുപോലെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വർഗം ഒരു നിധി പോലെയാണ്. ഇന്നത്തെ സുവിശേഷം 3 അവസ്ഥകളെയാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് നിധി, രണ്ടാമത്തത് രത്നം, മൂന്നാമത്തത് വല. 3 കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗം എന്ന സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. ഒന്നാമത്തത് നിധിയും, രണ്ടാമത്തെ രത്നവും, മൂന്നാമത്തത് വലയുമായിട്ടാണ്. നമുക്ക് ഓരോന്നും ചിന്തിക്കാം, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഒന്നാമത്തത് നിധി എന്ന് പറയുന്നത് വിശുദ്ധരുടെ സുഹൃതങ്ങളെക്കുറിച്ചാണ്. ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയ വിശുദ്ധ ആത്മാക്കളുടെ സുഹൃത ജീവിതങ്ങൾ നിധി പോലെയാണ് ഈ ഭൂമിയിൽ. എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. എന്നാൽ അത് കണ്ടെത്തുന്നവർ, ഈ വിശുദ്ധർ ജീവിച്ച ഈ വിശുദ്ധിയുടെ പാത, അല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്ത് കടന്നുപോയപ്പോൾ സഹിച്ച സഹനങ്ങളുടെ കൃപയുടെ വഴികൾ തിരിച്ചറിയുന്നവർക്ക് അത് സുഹൃതമാണ്. രണ്ടാമത്തത് രത്നം. രത്നം എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഉള്ളിലുള്ള വിശുദ്ധ ജീവിതത്തെ ഞാൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു രത്നത്തിന് തുല്യമാകുകയാണ്. മൂന്നാമത്തത് വലയാണ്. വലയുടെ ഒരു പ്രത്യേകത, വലയെ സഭയുമായിട്ടാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. സഭ എന്നത് പലരുള്ള ഒരു നല്ലതും ചീത്തയുമായ മനുഷ്യർ ജീവിക്കുന്നതാണ് സഭയുടെ കൂട്ടായ്മ. അതുകൊണ്ട് ആ സഭയിൽ നിന്ന് വേർതിരിവുകൾ ദൈവം നടത്തുമെന്ന് സഭ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒന്നാമത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നിധിയെക്കുറിച്ചാണ്. നിധി. ഈ ലോകത്ത് നമുക്കറിയാം, നിധി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, യേശു അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് കടന്നു വരാം. ചിലരുടെ ജീവിതത്തിൽ ദൈവാനുഭവം കടന്നു വരുന്നത് അവിചാരിതമായിട്ടാണ്. അത് നിധി പോലെയാണ്. നമുക്കറിയാം, ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഈ തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ പോയവര് ഒരിക്കലും നിധി എടുക്കാനല്ല പോയത്, മറിച്ച് ആ തോട്ടത്തിൽ കൃഷി ചെയ്ത് വിളവുണ്ടാക്കാനാണ് പോയത്. എന്നാൽ കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണിളക്കുന്ന സമയത്ത് ആ മണ്ണിൻ്റെ ഇടയിൽ നിന്ന് ഒരു നിധി കിട്ടി. സ്നേഹമുള്ളവരെ, അതുപോലെയാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം എന്നുള്ളത്. അവിചാരിതമായിട്ട് ചിലരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ദൈവാനുഭവം കടന്നു വരും. പിന്നീട് അവർ സ്വർഗതുല്യ ജീവിതം ഈ ഭൂമി നയിക്കും. ഒത്തിരി അനുഭവങ്ങൾ ഈ ലോകത്തുണ്ട്. നമുക്കറിയാം, ഈജിപ്തിലെ മറിയം എന്ന സ്ത്രീ ഈ ലോകത്ത് പാപത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പിന്നീടാണ് ആ വിശുദ്ധ
പിന്നീട് ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരിക്കൽ കുരിശിന്റെ ദേവാലയത്തിൽ കടന്നു ചെല്ലുകയും പ്രത്യേക ഒരു ദൈവാനുഭവ സ്ത്രീയുടെ ജീവിതത്തിൽ വരികയും തുടർന്ന് ദൈവാനുഭവത്തിന് വേണ്ടി 47 വർഷക്കാലം ജീവിച്ചു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവം അവിചാരിതമായി കടന്നു വരാം. ചില രോഗങ്ങളുടെ അവസ്ഥയിൽ, ചില തകർച്ചകളിൽ, ചിലപ്പോൾ ഒരു ആത്മീയ ശുശ്രൂഷ, ചിലപ്പോൾ ഒരു ബലിപീഠത്തിൽ, ചിലപ്പോൾ ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു വ്യക്തിയുടെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, കർത്താവെ, ഒരു അവിചാരിതമായ ഒരു നിധി കിട്ടിയവനെ പോലെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ളൊരു കൃപ. നല്ല കള്ളന്റെ ജീവിതത്തിൽ സ്വർഗം തുറക്കപ്പെട്ടത് അവിചാരിതമായിട്ടാണ്. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ദൈവം എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ചോദിച്ചു എന്നുള്ളതുള്ളൂ, എന്നാൽ ദൈവം കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിധി ലഭിക്കുന്നവരായിട്ട് മാറണം. സ്വർഗം ഒരു നിധി പോലെയാണ്. ഈ ഭൂമിയിൽ പലയിടത്തും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിന്റെ കുടുംബത്തിന്റെ ഏകാന്തത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? മദ്യപിക്കുന്ന ഒരു ജീവിത പങ്കാളി, ഒരു ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആ ജീവിത പങ്കാളിയുടെ ആ ശല്യങ്ങളിലും സഹനങ്ങളിലായിരിക്കാം ഈ സ്വർഗം എന്ന നിധി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ വികൃതിയുള്ള അല്ലെങ്കിൽ അതിസ്വാഭാവികമായ സ്വഭാവങ്ങളുള്ള ചിലപ്പോൾ നമ്മുടെ മക്കള്, മാതാപിതാക്കൾ അനുസരിക്കുന്ന അവരുടെ ഉള്ളിലായിരിക്കാം സ്വർഗത്തിന്റെ നിധി. അതിനേക്കും പഴിചാരി അതിൽ നിന്നൊക്കെ അകലുമ്പോൾ സ്വർഗം എന്ന നിധി നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. ചിലരുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ ഈ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അവിചാരിതമായി ദൈവാനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് സഹനങ്ങളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലാണ്. പലരുടെ ജീവിതത്തിൽ ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി ദൈവ അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നെ ഒരിക്കൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഒരു നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരി വീട്ടിൽ വരും. ഈ കൊറോണ വൈറസ് ഉള്ള വ്യക്തികളേക്കും ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിക്ക് കൊറോണ വരികയാണ്. ഈ പെൺകുട്ടി ഏകദേശം 5-6 മാസം 6-7 മാസത്തോളം പ്രഗ്നൻസി ആയിട്ടിരിക്കുകയാണ്. പിന്നീട് ഈ പെൺകുട്ടിക്ക് അധികം ഭയമായി. കാരണം ജീവിത പങ്കാളിക്ക് കൊറോണ വന്നിട്ടുണ്ട്. ഇനി പ്രഗ്നൻസിയുടെ ഏറ്റവും അടുത്ത കാലഘട്ടമാണ്, കുഞ്ഞിന് ഈ അസുഖം വരും. അങ്ങനെ കൊറോണയുടെ അതികഠിനമായ അവസ്ഥയിലൂടെ ജീവിത പങ്കാളി കടന്നുപോയി. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ മകള് പ്രസവിക്കുകയാണ്. കുഞ്ഞിന് ഒരു രോഗവും കടന്നു വന്നില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ആ സുഹൃത്ത് എന്നെ വിളിച്ചു പറയുമ്പോൾ, ആ ജീവിത അനുഭവം പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട്. ദൈവം ഈ നിധി ആ കുടുംബത്തിൽ, ഈ സഹനങ്ങളുടെ ഇടയിലും ഈ കുഞ്ഞെന്ന നിധിയെ ദൈവം കാത്തുപരിപാലിച്ചു. യഥാർത്ഥത്തിൽ ദൈവം കാക്കുന്ന ചില സമയങ്ങളുണ്ട് സ്നേഹങ്ങളും. അതുകൊണ്ട് അവിചാരിതമായ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിധി പോലെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 16-18 വാക്യം പറയാൻ, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിൻ്റെ ജനതകളെയും ഞാൻ അനുഗ്രഹിക്കും. വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹാം തൻ്റെ ഏകപുത്രനെ ദൈവം പറഞ്ഞതിൻ്റെ വാക്കിന്റെ പേരിൽ ബലി കഴിക്കാൻ പോയപ്പോൾ ദൈവം മനസ്സിലാക്കി അവൻ നിധി കണ്ടെത്തിയത് സ്വർഗത്തിലാണ്, തൻ്റെ മകനിലല്ല. പലപ്പോഴും ഈ ലോകത്ത് വ്യക്തികൾ തൻ്റെ മക്കളിൽ, തൻ്റെ കുടുംബ പാരമ്പര്യങ്ങളിൽ, കുടുംബ സ്വത്തിലേക്കും നിധി കണ്ടെത്തും. സ്നേഹമുള്ളവരെ, അബ്രാഹാം നിധി കണ്ടെത്തിയത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് തൻ്റെ ഏക മകനെ പോലും ബലി കഴിക്കാൻ ചെല്ലുമ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ ഏക മകന്, നിനക്ക് ഞാൻ തന്ന ഏറ്റവും വലിയ സമ്പത്തായ അതിനെപ്പോലും എനിക്ക് വേണ്ടി ബലി കഴിക്കാൻ നീ വന്നതുകൊണ്ട് നിന്റെ തലമുറകൾ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ വിജയത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമുക്കെപ്പോഴും ഈ നിധി സ്വന്തമാക്കാനുള്ളൊരു ആഗ്രഹം വേണം. 1947 കാലഘട്ടങ്ങളിൽ 2 ബെന്റിൻ കുട്ടികൾ, ആ സമൂഹത്തിൽപ്പെട്ട 2 കുട്ടികൾ ആടുകൾ മേയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ചാവുകടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദേശങ്ങളിലേക്ക് പോയി. അങ്ങനെ അവർ പോയ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള 2 ആടുകളെ കാണാതെ. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു? കല്ലെടുത്തെറിഞ്ഞു. ഒരു ഗുഹയുടെ ഒരു കവാടം കണ്ടപ്പോൾ അവിടേക്ക് കല്ലെടുത്തെറിഞ്ഞു. ഈ കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഈ ഗുഹയുടെ അപ്പുറത്തുള്ള ഇവിടെ എന്തോ പൊട്ടിത്തെറിക്കുന്നതായിട്ട് ഇവർ കേട്ടു. പൊട്ടിത്തെറിക്കുന്ന ഇങ്ങനെ ഒരു പാത്രം പൊട്ടുന്നതായിട്ട് കൊണ്ട്. അങ്ങനെ ഇവർ അകത്ത് കിടന്നപ്പോൾ അവിടെ പഴകിയ ചില ചുരുളുകൾ കിട്ടി. അതാണ് സ്നേഹമുള്ളവരെ ഇന്നും ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാവ് കടലിൻ്റെ രേഖകൾ എന്നറിയപ്പെടുന്ന ഏറ്റവും വിലപ്പെട്ടതായ ഈ
രേഖകൾ നമുക്ക് കിട്ടി. ദൈവവചനങ്ങളുടെ ചില ചുരുളുകളും അവിടെ നിന്നാണ് ലഭിക്കപ്പെട്ടത്, ചാവുകടലിൻ്റെ ഇവിടെ നിന്ന്. സ്നേഹമുള്ളവർ, ഈ കുഞ്ഞുങ്ങൾ ആടിനെ മേയ്ക്കാൻ പോയതാണ്. എന്നാൽ വഴിമധ്യത്തിൽ ഈ ചുരുളുകൾ ലഭിക്കുകയാണ്. ഇന്ന് ചരിത്രത്തെ പഠിക്കാനും സഭയെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് പഠിപ്പിക്കാനും 1947 കിട്ടിയ ഈ ചുരുളുകൾ ഒത്തിരി സഹായകമായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും യഥാർത്ഥ നിധി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എവിടെയാണ് ഈ നിധി? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട് ഈ നിധി, നമ്മുടെ ചുറ്റുപാടുകളിലും ഈ നിധി നിൽക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാനുള്ളൊരു മാനസിക അവസ്ഥയും ബുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൃപയാണ്. അതിന് പഠിക്കുകയോ അറിവ് ലഭിക്കുകയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനോടുള്ളൊരു താല്പര്യവും അതിനോടുള്ളൊരു അഭിവാഞ്ചയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സമ്പത്ത് പലരിൽ നിന്നും ഇത് മറച്ചു കളയാറുണ്ട്. ഈ ലോകത്തിലെ സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്തിനുള്ള ആഗ്രഹം അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇത് മറച്ചു വയ്ക്കാറുണ്ട്. സാത്താൻ അറിയാം, ഇങ്ങനെയുള്ളൊരു താല്പര്യത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവൻ വിചാരിക്കുന്ന ലോകത്തിൻ്റെ മോഹങ്ങൾ ആ വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവരെപ്പോഴും ആത്മീയമായൊരു ചിന്താഗതിയിലൂടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമാകാതെ പോകുന്നു. ഇതാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികൾ, പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ അവിശ്വാസി, ദൈവത്തെ വിശ്വസിക്കാതിരിക്കുക, ദൈവിക കാര്യങ്ങളോട് അലസതയോട് പെരുമാറുന്ന ചില ജീവിതങ്ങളിലേക്ക് മനസ്സിനെ അന്ധമാക്കി കഴിയും. അവർ പറയും, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇതൊക്കെ വെറുതെയാണ്, ഒരു കാഴ്ചപ്പാടാണ്, ദൈവം ഉണ്ടോ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ അന്ധമാക്കിയ ജീവിതങ്ങൾ തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവരുടെ ജീവിതത്തിൽ വരാതാവും. അതുകൊണ്ട് ഈ സ്വർഗം എന്ന നിധിയെ കണ്ടെത്താൻ, ഈ പ്രകാശത്തെ സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹവും അഭിവാഞ്ചയും കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഈ പ്രതികൂലമായ ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടാകണം. മരണം ചിലപ്പോൾ നമ്മുടെ പടിവാതിലിക്കലായിരിക്കാം, മരിക്കാതിരിക്കാം, മരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭീതിതമായ ഇതിലൂടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കടന്നു പോകാം. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ തുച്ഛമായ ജീവിതത്തിന് അവസാനം സ്വർഗമുണ്ടോ എന്നൊരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഞാൻ അതിനുവേണ്ടി ജീവിച്ചു എന്ന് ഉത്തരം കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ കൃപയായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ നിധി കണ്ടെത്തുന്നവർ യേശുവിനെയാണ് കണ്ടെത്തുന്നവർ. ഈ സ്വർഗം എന്ന നിധി കണ്ടെത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ യഥാർത്ഥത്തിൽ യേശുവിനെയാണ് അവർ കണ്ടെത്തുന്നത്. അതുകൊണ്ട് നമുക്കിനി തയ്യാറാകാം യേശുവിനെ കണ്ടെത്താൻ. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മത്തായി സുവിശേഷകൻ പറയുന്ന ഈ 3 in 1 3 സ്വർഗത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ രണ്ടാമത്തെ കാര്യമാണ് രത്നം. നമുക്കറിയാം സ്നേഹമുള്ളവരെ, സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് രത്നം. രക്തത്തിൻ്റെ വില വെച്ച് ഈ ലോകത്തിൻ്റെ സാമ്പത്തിക മാർക്കറ്റുകളെ ഇടിക്കാനും ഉയർത്താനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, രത്നം കണ്ടെത്തണമെങ്കിൽ അന്വേഷിക്കണം. ഒരു ഭൂമിയുടെ ആഴങ്ങളിൽ അന്വേഷിക്കണം. രത്നം ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തിയാൽ മാത്രമേ രത്നത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ്. അവർ രത്നം കണ്ടെത്തി എന്നുള്ളതാണ്. അവരന്വേഷിച്ചതുകൊണ്ടാണ് അവർ കണ്ടെത്തിയത്. അതുകൊണ്ട് ഇത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ പരിശ്രമിക്കുന്നവർക്ക് മാത്രം കൈവരുന്നതാണ് യഥാർത്ഥത്തിൽ രത്നം എന്ന ഈ സ്വന്തം. അതുകൊണ്ട് ഒരു രത്നവ്യാപാരിയുടെ ചിന്ത മുഴുവൻ ഈ ഭൂമിയിൽ എവിടെയൊക്കെയാണ് ഈ രത്നം ഇരിക്കുന്നത്. ഇതുപോലെ ഒരു ചിന്ത ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് വേണം. ഈ രത്നം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദൈവം? എൻ്റെ വേദനകളിലോ സങ്കടങ്ങളിലോ എൻ്റെ പരാതികളിലോ അല്ല, മറിച്ച് ദൈവം നീ കരുതാത്ത ചിലയിടത്ത് കൊണ്ടുവയ്ക്കും. പലപ്പോഴും ചില കള്ളന്മാർ കാണാതിരിക്കാൻ ചില വ്യക്തികൾ ഈ വേസ്റ്റ് കുപ്പയിൽ കൊണ്ട് സ്വർണ്ണം ഒളിപ്പിച്ചു വയ്ക്കും. ഇതുപോലെയായിരിക്കും നീ കരുതാത്ത ചില ഇടങ്ങളിൽ സ്വർഗം എന്ന നിക്ഷേപത്തെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാവും. അത് കണ്ടെത്താനുള്ളൊരു മനസ്സ് നിനക്ക് വേണം. ആരും ശ്രദ്ധിക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ചില സ്ഥലങ്ങളിൽ ഇത് ഒളിപ്പിച്ചു വയ്ക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ അത് ശ്രദ്ധയുള്ളവരായിട്ട് ജീവിക്കണം. അതുകൊണ്ട് വളരെ നാളത്തെ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഒരു രത്നം കണ്ടെത്തുക.
എൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെയുള്ള അന്വേഷണമായിരിക്കണം സ്വർഗം എന്ന ലക്ഷ്യം. അല്ലാതെ ഒരു പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോമ്പെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 50 ദിവസത്തെയോ 25 നോമ്പിൻ്റെയോ അടിസ്ഥാനത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കേണ്ടതല്ല. ഒരു ധ്യാന അവസരത്തിൽ മാത്രം ലക്ഷ്യമാക്കേണ്ടതല്ല. മറിച്ച് വളരെ നാളത്തെ അന്വേഷണത്തിലാണ് ഒരു രത്നം കണ്ടെത്തുന്നത്. ഇതുപോലെ സ്വർഗം എന്ന രത്നത്തെ നീ വളരെ നാളായിട്ട് അന്വേഷിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അന്വേഷിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. അതുകൊണ്ട് എന്തിന് നാം ഈ നിധി കണ്ടെത്തണം? അതാണ് വളരെ പ്രധാനം. എന്തിനാണ് ഞാൻ ഈ സ്വർഗത്തെ കണ്ടെത്തേണ്ടത്? അതെന്തായാലും ഉണ്ടല്ലോ, മരിക്കുമ്പോൾ കിട്ടുമല്ലോ എന്നൊരു ചിന്തയല്ല. എന്തിന് ഞാനിത് കണ്ടെത്തണം? ഒന്നാമത്തതായി, പാപികൾ യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തണം. കാരണം യേശു വന്നത് പാപികളെ അന്വേഷിച്ചതാണ്. അപ്പോൾ പാപിയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നിധിയാകുന്ന ക്രിസ്തുവിനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് സക്കീവൂസ് തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചത്. കണ്ടെത്തിയപ്പോൾ അവനുണ്ടായത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ സമാധാനമാണ്. ഒന്നാമതായിട്ട് പാപിയെ തേടി വന്ന യേശുവിനെ നീ ഈ ഭൂമിയിൽ കണ്ടെത്തുമ്പോൾ നിന്റെ ജീവിതത്തിൽ സ്വർഗ ജീവിതം ആരംഭിക്കും. രണ്ടാമത്തത്, രത്നം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് ലഭിക്കുന്ന സ്ഥലം അറിഞ്ഞിരിക്കണം. ഒരു സ്വർണം മേടിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്വർണ്ണക്കടയിലേ പോവുള്ളൂ. പലചരക്ക് കടയിൽ പോയിട്ട് 1 കിലോ സ്വർണം വേണമെന്ന് പറയില്ല, അല്ലെങ്കിൽ ഒരു മാല വേണമെന്ന് പറയില്ല. ഇതുപോലെ ആയിരിക്കണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. രത്നം വാങ്ങാൻ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ രത്നം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് രത്നം എവിടെ ഇരിക്കുന്നോ അവിടേക്ക് പോകണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗം നിന്റെ മുന്നിൽ വരണമെങ്കിൽ നിന്റെ കൗദാശിക ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബലിപീഠം വിട്ടുപോയിട്ട് സ്വർഗം എന്ന രത്നം കാണാൻ പറ്റില്ല. ബലിപീഠങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കുംഭസാരം എന്ന കൂദാശയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ രത്നം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണം അല്ലെങ്കിൽ രത്നം വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് ലഭിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ചെല്ലണം. അല്ലാതെ അത് നിന്റെ അടുത്തേക്ക് വന്ന് തരികയില്ല. മൂന്നാമത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, ചിലർ വാങ്ങുവാൻ ഉദ്ദേശമില്ല. ചിലർക്കിത് വാങ്ങാൻ ഉദ്ദേശമില്ല, വില അറിയുക മാത്രമാണ് ചെയ്യുക. ചിലർ സ്വർണ്ണക്കടയിൽ രത്നക്കടയിൽ പോയിട്ട് ഇതിനെന്താ വില എന്ന് ചോദിക്കും. മേടിക്കാൻ ആഗ്രഹമൊന്നുമില്ല, വെറുതെ വില അറിഞ്ഞു പോരുക. പലരും ആധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ചിലരുടെ ജീവിതത്തിൽ സ്വർഗം എന്ന ലക്ഷ്യം അറിയാൻ മാത്രം ആഗ്രഹമുള്ളൂ. ബൈബിൾ വായിക്കുന്നു, അറിയുന്നു, ഇത് മേടിക്കണോ, എൻ്റെ ജീവിതത്തിൽ വേണോ എന്നൊരു ആഗ്രഹമില്ല. സ്നേഹമുള്ളവരെ, ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുക, നീ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, അതിന് നീ വില കൊടുത്തു വാങ്ങണം. അവിടെയാണ് നിന്റെ സ്വന്തമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് പൊതുമുതലായിട്ട് കടന്നുപോകും. ഇനിയും സമയമുണ്ട്, നാളെ എന്ന് നീട്ടി വെക്കുകയും ചില പ്രകൃതി ദുരന്തങ്ങളും ചില മാരക രോഗങ്ങളും നിന്റെ മുന്നിൽ വരുമ്പോൾ നീ അന്ന് കൈനീട്ടും. അവിടെ രത്നത്തിൻ്റെ വില മാത്രമേ അറിയുള്ളൂ. അത് സ്വന്തമാക്കാൻ പറ്റാതെ 6 അടി മണ്ണിൻ്റെ താഴേക്ക് നീ നടന്നു പോകും. അതുകൊണ്ട് ചിന്തിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത്, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇത് രക്ഷയുടെ കാലഘട്ടമാണ്, രക്ഷയുടെ ദിവസമാണ്. ഇത് നമുക്ക് സ്വന്തമാക്കാൻ. മൂന്നാമതായിട്ട്, ചിലർക്ക് വാങ്ങുവാൻ ആഗ്രഹമുണ്ടായിരുന്നു, താമസിച്ചു പോയി. അതാണ് 4-ാമത്തെ കൂട്ടർ. ചിലർക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ, സമയം വൈകി. 10 കന്യകമാരിൽ 5 പേര് കരുതി വെച്ചു, 5 പേര് വാങ്ങാൻ നീട്ടിവെച്ചു. അതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല. സ്നേഹമുള്ളവരെ, സ്വർഗം നീട്ടിവെക്കാനുള്ളതാ. ഇന്നേക്ക് സ്വന്തമാക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അത് കൃപയാകും. മൂന്നാമതായിട്ടുള്ളത് വലയാണ്. ഈ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ കാര്യം വലയാണ്. വല എന്നത് കൃത്യമായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. സഭയാകുന്നത് സ്വർഗമാണ്. സ്നേഹമുള്ളവരെ, സഭയുടെ ഉള്ളിൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് ഈ സഭ ഓരോ ദിവസവും കൗദാശിക ജീവിതത്തിലൂടെ വല വീശുന്നുണ്ട്. അതിൽ നല്ലതും ചീത്തയും പെടും. എന്നാൽ ദൈവം പറയുകയാണ്, എൻ്റെ ദൂതന്മാരെ അയച്ച് ഞാൻ നല്ലതിനെ മാറ്റി ചീത്തയെ തീയുടെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ സഭയാകുന്ന കൗദാശിക ജീവിതത്തിൽ വലയെറിയുമ്പോൾ അതിൽ നല്ലതായിട്ടാണോ ആ വലയിൽ പെടുന്നത്, ചീത്തയായിട്ടാണോ? അത് ചിന്തിക്കുമ്പോഴാണ് സ്വർഗം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വരിക. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ്, നന്മയെയും തിന്മയെയും
തമ്മിൽ തിരഞ്ഞെടുത്ത് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് തിന്മയാണെങ്കിൽ അത് മാറ്റാനായിട്ട് പരിശ്രമിക്കണം, നന്മയാണെങ്കിൽ അത് കൂടുതൽ വളർത്താനായിട്ട് പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ കാലഘട്ടം തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തത്, ആദ്യ ഭാഗം, ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13:47-48 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളും ശേഖരിച്ച കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്തവ മത്സ്യങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യം യഥാർത്ഥ തെരഞ്ഞെടുപ്പാണ്. ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചവരെയും നരകത്തിന് അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടി ജീവിച്ചവരെയുള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ചവരെ വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്നതും അവരുടെ ജീവിതം സ്വർഗത്തോട് തുല്യമാക്കി വെക്കുന്നതിനും കാരണം അവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു. അവർ നിധി കണ്ടെത്തി, രത്നം കണ്ടെത്തി. അങ്ങനെ വല വീശിയപ്പോൾ, സഭയാകുന്ന വല വീശിയപ്പോൾ അതിൽ അവർ വിലപ്പെട്ടതായി മാറി. എന്നാൽ വല വീശിയപ്പോൾ നമ്മുടെ സഭയിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ തന്നെ 2 വിഭാഗത്തിലുള്ളവരുണ്ടാകും. നല്ല മത്സ്യവും ചീത്ത മത്സ്യവും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്തായിരിക്കണമെന്ന് എൻ്റെ ബോധ്യം വളർത്തണം. ഇതിൻ്റെ അവസാന ഭാഗം, ഈ വചനത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കും, അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ എറിയപ്പെടേണ്ട അഗ്നികുണ്ഡത്തിലേക്കല്ല, ദൈവത്തിൻ്റെ കൃപയിലേക്കാണ്. പിന്നീട് വലയെക്കുറിച്ച് സഭ സൂചിപ്പിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചാണ്. വലയോട് ഉപമിക്കുന്നത്, വല മത്സ്യങ്ങൾ പിടിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം വീശുകയും ദൈവവചനം അയക്കുകയും ചെയ്ത നല്ല മത്സ്യങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. അവർ സ്വർഗരാജ്യത്തിൽ പാപമെന്ന തിന്മ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഈ 13-ാം അധ്യായത്തിലെ രത്നവും നിധിയും വലയുമായി തീരാൻ, സ്വർഗം എന്ന ലക്ഷ്യത്തെ സ്വന്തമാക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. ദൈവമേ, ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗം എന്ന ലക്ഷ്യത്തിലേക്ക് അങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.